ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. വേറെ ഒന്നുമല്ല, നമുക്ക് കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാളെ രാവിലെ ഒരു 5 മണിയോടുകൂടി നമുക്ക് ട്രിവാൻഡ്രത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ആ ഒരു തിരക്കുകളൊക്കെയാണ്. ഇപ്പോൾ ആകെ ടയേർഡായിട്ടിരിക്കുകയാണ്. അപ്പം നാളെ ഫുഡ് കാര്യങ്ങളൊന്നും കൊണ്ടുപോകുന്നില്ല. ഞാൻ പറഞ്ഞിരുന്നു ശ്യാമനോട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുക്കാം എന്നുള്ളത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് കഴിയുമ്പോൾ പിന്നെയും തിരക്കാം. രാവിലെ 4 മണി വെളുപ്പിനൊക്കെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. അപ്പം എന്തായാലും വേണ്ടാന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ആയിട്ട് ഞാനൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ട്രിവാൻഡ്രത്ത് പോകുന്നത് വേറെ ഒന്നും അല്ല കേട്ടോ. നമ്മൾ പ്ലഷർ ട്രിപ്പ് പോകുന്നതൊന്നുമല്ല. നമ്മളെല്ലാ മാസം അല്ല, ഇപ്പം 3 മാസം കൂടുമ്പോൾ നമ്മൾ ചെക്കപ്പായിട്ട് RCCയിൽ പോകേണ്ട ഒരു ഇതുണ്ട്. ചെക്കപ്പിനായിട്ടാണ്. അപ്പോൾ അത് സാധാരണ നമ്മൾ ട്രെയിനിനാണ്, ഇപ്പോൾ കുറച്ച് നാളായിട്ട് ട്രെയിനിനാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും പോകുമ്പോൾ കുറച്ച് വഴിപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ആറ്റുകാലിലും അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ കുറച്ച് വഴിപാടൊക്കെ ഉണ്ട്. അപ്പോൾ അതുമൊക്കെ കൂടി ചെയ്യാം. കുറച്ച് നാളായി ഇങ്ങനെ വഴിപാടുകൾ ഇങ്ങനെ നമ്മൾ മുടക്കി ഇങ്ങനെ കൊണ്ടുപോകണം. അപ്പോൾ എന്തായാലും അതുകൂടി അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ച് 2 ദിവസത്തേക്കാണ് കേട്ടോ ഇപ്രാവശ്യം പോകുന്നത്. കാരണം നല്ല ഉറക്കമാണ്. ഞങ്ങളിവിടെയുള്ള ഞങ്ങൾ ചെയ്യുന്ന പണികളൊന്നും അറിയേണ്ട ആൾ കിടന്ന് നല്ല ഉറക്കമാണ്. കുഞ്ഞെന്തെടുക്കണേ? എന്നാൽ ആ ബാഗൊക്കെ എടുത്ത് വെച്ചേ. കുഞ്ഞ് സ്കൂളിൽ നിന്ന് വന്നിട്ട് ബാഗൊക്കെ അവിടെയൊക്കെ ഇട്ടിട്ടൊക്കെ പോയിരിക്കുക പഠിക്കാനുള്ള. ഇപ്പോൾ കുറച്ച് മുന്നേ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ നോട്ട്സൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ആളതൊക്കെ അവിടെ വലിച്ചെറിഞ്ഞിട്ടിട്ട് പോയിരിക്കണേന്. അപ്പോൾ നമുക്കിപ്പോൾ ഈ അയൺ ചെയ്യാനുള്ള തുണികളൊക്കെ ഞാനിവിടെ എടുത്തിട്ടിരിക്കാം കേട്ടോ. ശ്യാം അവിടെ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്യാം ഇവിടെ നല്ല പണിയിലാണ്, അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നാളെ പോകാനുള്ളത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അയൺ ചെയ്യാണ്. അതല്ലേ അങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ അയൺ ചെയ്യലും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ്. ഇനി വണ്ടി കഴുകലും ഇപ്പം നേരം ഇരുട്ടി ഒരു 6 മണിയെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്നാലും ജോലിയും കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ശ്യാം ഇനിയിപ്പോൾ കാറൊക്കെ ഒന്ന് കഴുകണം. പിന്നെന്താണ്, അങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഇനി പിന്നെ ഫുഡ് കഴിച്ച് നേരത്തെ കിടക്കാമെന്ന് വിചാരിക്കണോ? അല്ലേ ഇന്ന് നേരത്തെ കിടക്കാൻ പറ്റുമായിരിക്കും അല്ലേ? സാധാരണ ശ്യാം മിതമായിട്ട് സംസാരിക്കുന്നു അല്ലേ? അപ്പോൾ സാധാരണ നമ്മൾ കിടക്കുമ്പോൾ എപ്പോഴും 11:30 മണി 12 മണിയൊക്കെ ആകും. പക്ഷെ ഇന്നിപ്പോൾ നേരത്തെ എഴുന്നേക്കേണ്ട കൊണ്ടിട്ട് നമുക്ക് നേരത്തെ കിടക്കണം എന്ന് വിചാരിക്കുന്നു. കുഞ്ഞു എന്തെങ്കിലുമൊക്കെ ഒന്ന് സഹായിച്ചു കൊടുക്കാം. ഇതിപ്പോൾ എനിക്ക് നാളെ രാവിലെ ഇടാനുള്ള ഡ്രസ്സാണ് ഇത്. ഈ ഡ്രസ്സ് ഉണ്ടല്ലോ, കഴിഞ്ഞ ബർത്ത്ഡേക്ക് ശ്യാം എനിക്ക് എടുത്തോണ്ട് വന്ന ടോപ്പാണേ. പക്ഷെ ഞാൻ ഇതുവരെ ഒരു പ്രാവശ്യം പോലും ഈ ടോപ്പ് ഇട്ടിട്ടില്ല. പിന്നെ എന്തിനെടുത്തേ? വെഡിങ് ആനിവേഴ്സറിക്ക് എടുത്താണ്. അപ്പോൾ വെഡിങ് ആനിവേഴ്സറി ഇപ്പോൾ അടുത്ത സെപ്റ്റംബറിൽ അടുത്ത വെഡിങ് ആനിവേഴ്സറി വരാൻ പോണു. പക്ഷെ ഞാൻ ഇതുവരെയായിട്ട് ഇട്ടിട്ടില്ല. അത് നേരാ. ഞാൻ എന്തെങ്കിലും ഷർട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നാളെ ഇടാനുള്ള അത് അല്ല, അത് അമ്പലത്തിൽ പോകുമ്പോൾ ഇടാനുള്ള. അപ്പോൾ ഞാൻ എന്തായാലും അപ്പോൾ ആ ചുരിദാർ എന്തായാലും വേറെ ഒന്നുമല്ല, അത് എടുത്തപ്പോൾ കുറച്ച് വലുതായിരുന്നു എനിക്ക്. അപ്പോൾ അതൊന്ന് ഷേപ്പ് ചെയ്യാനായിട്ട് എടുത്ത ആ ഒരു സമയമാണ്. ഞാൻ ഇതിനു മുന്നേ ഒരു ഫംഗ്ഷൻ വന്നപ്പോൾ അത് ഇടാനായിട്ട് നോക്കിയിട്ട് അത്ര കംഫർട്ടായിട്ട് തോന്നിയില്ല. അത് കാരണം മാറ്റി വെച്ച് പിന്നെ അങ്ങനെ ഇരുന്നിരുന്നിരുന്ന് ഇതുവരെയായിട്ടും ആ ഡ്രസ്സ് ഇടാൻ പറ്റിയിട്ടില്ല. പിന്നെ എന്തായാലും നാളെ പോകുമ്പോൾ ആ ഡ്രസ്സ് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഉള്ളതൊക്കെ സാരി കാര്യങ്ങളൊക്കെയാണ്. മുണ്ട് നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറുമ്പോൾ എൻ്റെ സാരി അവിടെ തന്നെ എനിക്ക് സാരിയൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പിങ്ക് കളറ് സാരി. അപ്പോൾ അവിടെ എന്തായാലും സാരി ഉടുക്കണമല്ലോ, അല്ലാണ്ട് മുണ്ടും ഇതൊക്കെ വേണം. അപ്പോൾ കണ്ണനും മുണ്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ എന്താ ഉള്ളത്? അപ്പോൾ ഇനിയിപ്പോൾ വേറെ പണികളൊന്നും ഇല്ല. ഇനിയിപ്പോൾ രാത്രി അടുക്കളയിലുള്ള എന്തെങ്കിലും ഫുഡിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ. ഞങ്ങളിപ്പോൾ പുറത്ത് പോയപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാനും കുഞ്ഞും കൂടി ഇന്ന് വൈകിട്ട് ഇവിടെ കലൂരൊരു പള്ളിയുണ്ട്. അപ്പോൾ ആ പള്ളിയിൽ പോയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. എന്നാലും രാത്രി ഇനി വല്ല കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലും ആക്കിയാൽ മതി. വേറെ ഒന്നും ചെയ്യുന്നില്ല. 2 ദിവസം ഇനി ഞങ്ങൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒന്നും എല്ലാം നീറ്റാക്കി വെച്ചിട്ട് വേണം നമുക്ക് നാളെ വെളുപ്പിനെ പോകാൻ. അപ്പോൾ ആ ഒരു വീടൊന്നും നമ്മൾ അടിച്ച് ഇതൊക്കെ ഇടാനുള്ള ഒരു പണി മാത്രമേ എനിക്കുള്ളൂ. നാളെ അല്ല, മറ്റന്നാ അമ്പലത്തിൽ. ഞാൻ തേച്ചട്ടെ. പിന്നെ ഇനിയിപ്പോൾ കുറച്ച് നേരം ഞാൻ അയൺ ചെയ്യാനേ.
അപ്പോൾ ഞാൻ അയൺ ചെയ്യാമെന്ന് പറഞ്ഞിട്ടും വേണ്ടാന്ന് പറയാം. അപ്പോൾ പിന്നെ ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു. കുറേ നാളുകളായിട്ട് നമ്മൾ അമ്പലത്തിൽ കയറണം എന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ കയറില്ല. ഞങ്ങൾ എന്നാലും ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് മണ്ണാറശാലയിൽ കയറും കേട്ടോ. അതെല്ലാ പോക്കിനും നമ്മൾ മണ്ണാറശാലയിൽ കയറാറുള്ളതാണ്. അവിടെ കയറി തൊഴുതിട്ടേ നമ്മൾ അങ്ങോട്ട് പോകാറുള്ളൂ. അപ്പോൾ സമയം അനുസരിച്ചിട്ട് അവിടെ കയറും. പിന്നെ ഫുഡ് എടുക്കാമെന്ന്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെ പിന്നെയും അത് വേണ്ടാന്ന് വെച്ചു. കണ്ണൻ മെയിനായിട്ട് ഇതിന് പോണത് എന്തിനാ? ഫുഡ് കഴിക്കുക എന്നുള്ള ഒറ്റ വിചാരമുള്ളൂ. കണ്ണന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക എന്നുള്ള ഒറ്റ കാരണത്താൽ. അന്ന് എന്തോരം പുറത്തുനിന്ന് ഫുഡ് കഴിക്കണവൻ, എന്നാലും അവന് പുറത്തെ ഫുഡ് ഞാൻ വെക്കുന്നതിനേക്കാൾ അവന് ഇഷ്ടം പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനാണ്. അപ്പോൾ എന്തായാലും രാവിലത്തെ ചായയൊക്കെ എന്നാൽ പുറത്തുനിന്ന് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ നാളെ പോകുമ്പോൾ ചെറിയൊരു വീഡിയോ ഒക്കെ ഞാൻ എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എടുക്കാം. എന്നിട്ട് അതടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ കുഞ്ഞത് അടുത്ത ലോഡുമായിട്ട് വന്നിട്ടുണ്ട്. ശ്യാമേ, ഗൗരവം മാറ്റിയൊന്ന് ചിരിക്കുവോ? കുളത്തിന്നല്ല, കുപ്പിന്ന്. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ, ഞാൻ തേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞല്ലേ ഞാൻ കുറച്ച് തേക്കാം, സമ്മതിക്കില്ല, എന്നെ കൊണ്ട് ചെയ്യിക്കില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അല്ലേ കുഞ്ഞു? അമ്മ തേക്കാന്ന് പറഞ്ഞല്ലേ കുറച്ചു നേരം. അത് കണ്ണനുള്ള മുണ്ടാണേ, സിൽവറിൻ്റെ ഒരു മുണ്ടാണ്. അത് കണ്ണന് അമ്പലത്തിൽ പോകുമ്പോൾ, കണ്ണന് അമ്പലത്തിൽ മുണ്ടെടുക്കണമെന്നൊന്നും ഇഷ്ടമല്ല. അവന് നിക്കറും ഇത് മാത്രമേ ഇഷ്ടമുള്ളൂ. കുഞ്ഞുവിൻ്റെ ഒറ്റ ഡ്രസ്സ് പോലും ഇവിടെ ഇല്ല. അച്ഛൻ അറിഞ്ഞെന്ന വഴക്കുറയും, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാ ഡ്രസ്സും എന്നാലും ഞാൻ എടുത്തു വെച്ചു. കഴിഞ്ഞ ദിവസം എല്ലാ ഡ്രസ്സും തൃപ്പൂണിത്തുറയിൽ കൊണ്ട് വെച്ചിരിക്കണേ. കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഞാൻ ആ പാവാടയും ബ്ലൗസും എല്ലാം ഞാൻ അമ്പലത്തിലിടാനുള്ളതൊക്കെ എടുത്തിട്ട് പോന്നു. പക്ഷേ കുഞ്ഞ് വേറെ ഡ്രസ്സുകളൊന്നും ഒന്ന് ഓർക്കുമോ? എല്ലാം ഞാൻ തന്നെ ഓർക്കണം അല്ലേ? അപ്പോൾ അത് കാരണം നല്ല ഡ്രസ്സൊന്നും ഇല്ല. ഇപ്പോൾ 1-2 അത്ര ഇതില്ലാത്ത ഡ്രസ്സൊക്കെ ഇവിടെ ഉള്ളൂ. ഇപ്പോൾ തൽക്കാലം അതിട്ടിട്ട് പോയാൽ മതി കേട്ടോ. നമ്മൾ അമ്പലത്തിൽ കയറുന്നതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഡ്രസ്സ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പോകുന്നതൊക്കെ ട്രെയിനായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ആദ്യമൊക്കെ കണ്ണന് വയ്യാണ്ടായ സമയത്തൊക്കെ നമ്മൾ കാറിനായിരുന്നു പോയിരുന്നത്. പിന്നെ അതിന് ശേഷം ഓക്കെ ആയപ്പോൾ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞൊരു 3-4 പ്രാവശ്യമായിട്ട് ട്രെയിനാണ് പോകുന്നത്. പക്ഷേ ട്രെയിൻ യാത്ര എന്ന് പറയുമ്പോൾ രാവിലെ ഇവിടെ നിന്ന് നമുക്ക് റിസർവ് ചെയ്യാനൊന്നും പറ്റില്ല. റിസർവ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? RCCയിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇതുവരെയായിട്ട് അതൊന്നും എടുത്തിട്ടില്ല. അപ്പോഴൊക്കെ പിന്നെ അതുപോലെ കണ്ണന് ഇങ്ങനെ കാറിന് പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് തട്ടുകടയൊക്കെ കാണുമ്പോൾ അവിടെ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ പോകുന്നതൊക്കെയാണ് പുള്ളിക്ക് ഇഷ്ടം. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം നമുക്ക് കാറിന് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ദൈവത്തിൻ്റെ ആ ഒരു ഇതുകൊണ്ട് നമ്മൾ അല്ലേ ശ്യാമേ? ശരിക്കും ഇപ്പോൾ നല്ലൊരു രീതിയിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് തന്നെ ഞാൻ വിചാരിച്ചല്ല. ഞാൻ എത്രയും ആ ഒരു പഴയ ആ ഒരു ഇതിലോട്ട് വരുമെന്നൊന്നും വിചാരിച്ചല്ല. പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വന്ന് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റി. ഇത് ശ്യാമിൻ്റെ മുണ്ടാണ്, ശ്യാമിന് എടുക്കാനുള്ളതാണ്. ശ്യാമാണെങ്കിൽ ഇപ്പോൾ ആ താടി ഷേവ് ചെയ്യണം, അല്ലെങ്കിൽ കണ്ടോ ഇത് ഭയങ്കര വൃത്തികേടായിട്ട് താടി ഇരിപ്പുണ്ട് കേട്ടോ. അതൊന്ന് നീറ്റാക്കണം. സിനിമയുടെ ആ ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായതാണ് താടിയൊന്നും വടിക്കാണ്ടൊക്കെ വെച്ചത്. എന്താ പറയുക, ഡൈ ഒന്നും ചെയ്യാണ്ട് കുറച്ച് നാൾ അങ്ങനത്തെ വേഷമായിരുന്നു അല്ലേ ശ്യാമേ? ശ്യാം നല്ലൊരു നടനാണ് കേട്ടോ, എല്ലാവർക്കും അറിയാം. ഞാൻ ഇതിനു മുന്നേയൊക്കെ പറഞ്ഞിട്ടുണ്ട്. 2-3 സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. സൗദി വെള്ളക്കയിലുണ്ട് ഒരു പോലീസുകാരൻ്റെ വേഷം. പിന്നെ സൗദി വെള്ളക്കയിൽ ആ ഒരു എന്താ പറയുക, കോടതിയിലൊക്കെ പോകുന്ന ആ ഒരു സീനിലൊക്കെ ശ്യാം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു മൂവി ഉള്ളത് എന്തായിരുന്നു, അതിൻ്റെ മൂവിയുടെ പേരെന്തായിരുന്നു? പിന്നെയുള്ള പിരതി, അത് റിലീസായിട്ടില്ല അല്ലേ? അത് റിലീസിന് വരണേ ഉള്ളൂ. അതൊരു കേരള സ്റ്റേറ്റ് അവാർഡിൻ്റെ എന്തോ ഒരു മൂവിയാണെന്ന് തോന്നുന്നു അല്ലേ? അല്ല, അയ്യോ, പിന്നെ എന്തിൻ്റെയാണ് അത്? പിന്നെ അവര് നിർമ്മിക്കുന്ന ഒരു മൂവിയിലുണ്ട്. പിന്നെ അത് കൂടാതെ പിന്നെ മറ്റേ നമ്മുടെ ആ എന്താ ഒരു ആ ചേട്ടൻ്റെ ആ നടൻ്റെ പേരെന്തായിരുന്നു?
ഓ ശ്യാമ, ഇവിടെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തില്ലേ ചാൾസ് എന്റർപ്രൈസസിൽ, പക്ഷെ അത്ര ഇതുള്ള ഒരു വേഷമൊന്നും പറയാൻ പറ്റില്ലല്ലോ. ചാൾസ് എന്റർപ്രൈസസിന്റെ ഭാഗമാവാൻ സാധിച്ചു, പക്ഷെ എങ്കിലും അതിൽ എടുത്തു പറയത്തക്ക ആ ഒരു റോളൊന്നും അതിലുണ്ടായിരുന്നില്ല. പിന്നെ ഈ അടുത്ത് നമ്മൾ ഇമ്പം സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. അതിലില്ല അല്ലേ? അപ്പം അതും എഡിറ്റിങ്ങിൽ പോയി, സാരമില്ല. ഇപ്പം വേറൊരു മൂവി വരുന്നുണ്ട്, അത് എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മൂവിയാണ്. അപ്പോൾ അതിൽ ചെറിയൊരു വേഷം ഉണ്ട്. അപ്പോൾ അതൊക്കെ റിലീസാണ് സമയത്ത് ഞാൻ പറയാം, റിലീസിനോടനുബന്ധിച്ചിട്ടൊക്കെ പറയുന്നതാകും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ കുഞ്ഞുവിൻ്റെ പാവാടയാണ്, അത് നല്ലോണം ചുരുണ്ടിരിക്കുക, അല്ലാതെ ഇടാറില്ല കുഞ്ഞു, അങ്ങനെ പാവാടയൊന്നും ഇടാറില്ല. അപ്പോൾ എന്തായാലും നമ്മളുടെ ആ ഒരു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആട്ടോ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. നമ്മൾ ആ പോകാനുള്ള തിരക്കിൽ ഇനിയിപ്പോൾ പാക്കിങ് ഇത് ഞാൻ തേച്ച് കഴിഞ്ഞാൽ അതെല്ലാം ബാഗിലാക്കലും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ട്, പിന്നെ അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്, അത് കഴിഞ്ഞ് വീടും ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കിടന്നുറങ്ങി നാളെ വെളുപ്പിന് എണീറ്റങ്ങ് പോകണം. അപ്പോൾ അതുവരെയുള്ള ആ ഒരു ചെറിയൊരു വ്ളോഗാണ്. ആർക്കും ബോറടിക്കില്ല എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് വന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പലരും എനിക്ക് തോന്നുന്നു വീഡിയോ കാണാറുണ്ടെങ്കിൽ ലൈക്കൊന്നും ചെയ്യാറില്ല. ഇഷ്ടപ്പെടാഞ്ഞിട്ടാവാം ഒരുപക്ഷെ ലൈക്ക് ചെയ്യാത്തതല്ലേ കുഞ്ഞു. അപ്പോൾ എന്തായാലും ഒന്ന് ലൈക്ക് ബട്ടണൊക്കെ ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.